എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. SCERT പാഠപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് പരിസ്ഥിതി ശാസ്ത്രം അല്ലെങ്കിൽ ഇക്കോളജി. ജീവിയവും അജീവിയവുമായ ഘടകങ്ങളും അവ തമ്മിലുള്ള പരസ്പര ബന്ധവുമാണ് പരിസ്ഥിതി. ജീവനുള്ളവയും അതുപോലെ ഇല്ലാത്തവയും ആയ ഘടകങ്ങളും അവ തമ്മിലുള്ള പരസ്പര ബന്ധവുമാണ് പരിസ്ഥിതി. പരിസ്ഥിതി പഠനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. പരിസ്ഥിതി പഠനത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നവരാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് പരിസ്ഥിതി പഠനത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ആധുനിക ഇക്കോളജിയുടെ പിതാവ് യൂജിൻ പി ഓഡവും. ആധുനിക ഇക്കോളജിയുടെ പിതാവാണ് യൂജിൻ പി ഓഡം. അതുപോലെ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് രാം ഡിയോ മിശ്രയുമാണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് രാം ഡിയോ മിശ്രയുമാണ്. പരിസ്ഥിതി പഠനത്തിന്റെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ആധുനിക ഇക്കോളജിയുടെ പിതാവ് യൂജിൻ പി ഓഡം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് രാം ഡിയോ മിശ്ര. ഇക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെയ്ക്കലാണ്. ഏണസ്റ്റ് ഹെയ്ക്കലാണ് ഇക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഏണസ്റ്റ് ഹെയ്ക്കൽ. വിവിധതരം ആവാസ വ്യവസ്ഥകൾ, ജീവികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെല്ലാം പരിസ്ഥിതി ശാസ്ത്ര പഠനശാഖയിൽ ഉൾപ്പെടുന്നു. ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് ജീവമണ്ഡലം. ഇത് ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിനടിയിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ജീവമണ്ഡലം എവിടെയൊക്കെ വ്യാപിച്ചു കിടക്കുന്നു? ഭൗമോപരിതലത്തില്, ഭൂമിയുടെ ഉപരിതലത്തില്, അന്തരീക്ഷത്തില്, അതുപോലെ സമുദ്രത്തിന്റെ അടിഭാഗത്തുമായിട്ട് ജീവമണ്ഡലം വ്യാപിച്ചു കിടക്കുന്നു. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ എന്താണ് പറയുന്നത്? ആവാസം എന്ന് പറയുന്നു. ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. ആവാസ വ്യവസ്ഥ എന്താണ്? ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ജീവിയ ഘടകങ്ങൾ ഉൾപ്പെടുന്നു, അതുപോലെ അതിൽ അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. ഒന്നിന് ഗുണകരവും മറ്റേതിന് ദോഷകരവുമായ ആവാസ വ്യവസ്ഥയിലെ പ്രതിപ്രവർത്തനം ഏത്? ഒന്നിന് ഗുണകരവും മറ്റേതിന് ദോഷകരവുമായ ആവാസ വ്യവസ്ഥയിലെ പ്രതിപ്രവർത്തനം ഏതാണ്? പരാത ജീവനം. ഇനി ആവാസ വ്യവസ്ഥയിലെ ഇതുപോലുള്ള കുറച്ച് പ്രതിപ്രവർത്തനങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇരപിടിത്തം എന്താണ്? ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. ഒന്നിന് ഗുണകരവും മറ്റേതിന് ദോഷകരവുമാവുന്ന പ്രതിപ്രവർത്തനമാണ് ഇരപിടിത്തം. ഇരപിടിയന് ഭക്ഷണമാവുന്നു. ഇരപിടിയന് മാത്രമാണ് ഗുണകരമായിട്ടുള്ളത്. എക്സാമ്പിൾ എന്താണ്? മാനും കടുവയും. പരാത ജീവനം നമ്മളിപ്പോ പറഞ്ഞു. ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. പരാതം പോഷണത്തിനായി ആതിഥേയനെ ആശ്രയിക്കുന്നു. പോഷണത്തിന് വേണ്ടി ആതിഥേയനെ ആശ്രയിക്കുന്നു. എക്സാമ്പിൾ ഏതാണ്? മാവും ഇത്തിൽക്കണ്ണിയും. അടുത്തത് മത്സരം. തുടക്കത്തിൽ രണ്ടിനും ദോഷകരം, പിന്നീട് ജയിക്കുന്നവയ്ക്ക് ഗുണകരം. മത്സരം തുടക്കത്തിൽ രണ്ടിനും ദോഷകരമാണ്, പിന്നീട് ജയിക്കുന്നവയ്ക്ക് ഗുണകരം. എക്സാമ്പിൾ നെല്ലും കളകളും. അടുത്തത് മ്യൂച്വലിസം. രണ്ട് ജീവികൾക്കും ഗുണകരമാവുന്ന പ്രതിപ്രവർത്തനമാണ് മ്യൂച്വലിസം. എക്സാമ്പിൾ പൂവും പൂമ്പാറ്റയും. കമൻസലിസം. ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. കമൻസലിസം ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. ഉദാഹരണം മാവും മരവാഴയും. സംഭവിച്ച സഞ്ചാരിപ്രാവുകളെ കണ്ടിരുന്നത് എവിടെയായിരുന്നു? വംശനാശം സംഭവിച്ച സഞ്ചാരിപ്രാവുകളെ കണ്ടിരുന്നത് എവിടെയായിരുന്നു? അമേരിക്കയിലായിരുന്നു. മൗറീഷ്യസ് ദ്വീപിലുണ്ടായിരുന്ന ഡോഡോ പക്ഷി
ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ കണ്ടിരുന്ന ക്വാഗ എന്ന കാട്ടുസീബ്ര എന്നിവയും വംശനാശം സംഭവിച്ച ജീവികളാണ്. മൗറീഷ്യസ് ദ്വീപിലുണ്ടായിരുന്ന ഡോഡോ പക്ഷി, അതുപോലെ ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ കണ്ടിരുന്ന ക്വാഗ എന്ന കാട്ടുസീബ്രയും എന്താണ്, വംശനാശം സംഭവിച്ച ജീവികളാണ്. കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് അശോകമരം, മരമഞ്ഞൾ, മലബാർ വെരുക്, വരയാട്, സിംഹവാലൻ കുരങ്ങ്, മലമുഴക്കി വേഴാമ്പൽ എന്നിവ. കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് ഏതൊക്കെയാണ്? അശോകമരം, മരമഞ്ഞൾ, മലബാർ വെരുക്, വരയാട്, സിംഹവാലൻ കുരങ്ങ്, മലമുഴക്കി വേഴാമ്പൽ എന്നിവ. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ന്റെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും പട്ടികയാക്കപ്പെടുന്നു. ഇതാണ് റെഡ് ഡാറ്റ ബുക്ക്. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് റെഡ് ഡാറ്റ ബുക്ക്. ഇതാരാണ് പുറത്തിറക്കുന്നത്? IUCNന്റെ നേതൃത്വത്തിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും പട്ടികയാക്കപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. ജൈവശോഷണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി സംരക്ഷണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ ഇതിലെ വിവരങ്ങൾ സഹായകമാണ്. റെഡ് ഡാറ്റ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ജൈവശോഷണം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, എത്രമാത്രം ജീവികൾക്ക് നാശം സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു അറിവിന്റെ വെളിച്ചത്തിൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ സാധിക്കും. അതാണ് റെഡ് ഡാറ്റ ബുക്കിന്റെ പ്രത്യേകത. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.